തിരുവല്ലയിലേക്ക് പോകുമ്പോൾ അവിടെ വിജിൻ വായാന്തോടുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിജിൻ, രാവിലെ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നത് നാട്ടുകാർക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു. നിലവിൽ എന്താണ് അവസ്ഥ? ജിൽസി, MC റോഡിൽ എന്തായാലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഗതാഗതമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. മറ്റ് ഉൾപ്രദേശങ്ങളിൽ ആണ് തിരുവല്ലയിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിച്ചെന്നിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ, അതായത് പമ്പയാറിലെ ഒഴുക്കൊക്കെ വർദ്ധിച്ചാൽ മാത്രമേ ഈ മേഖലകളിലെ വെള്ളം പൂർണ്ണമായും ഒഴുകി മാറുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു കഴുപ്പിൽ എന്ന് പറയുന്ന ഒരു ഉന്നതിയിൽ പോയ ശേഷം തിരികെ വരുന്നതാണ്. അതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ ഒരു ഉന്നതി, അത് ഒറ്റപ്പെട്ടു പോയതാണ്. അവർക്ക് ഭക്ഷണവും സാധനങ്ങളും ഒക്കെ എത്തിച്ച് നൽകുന്നുണ്ട് പഞ്ചായത്തും ഒപ്പം തന്നെ വാർഡ് മെമ്പറും ഒക്കെ ഇടപെട്ട്. പക്ഷേ അവർ ഇപ്പോഴും ഈ വെള്ളത്തിന് ഇടയിൽ ഒരു തുരുത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ്. അതിന് തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന പെരിങ്ങറ പഞ്ചായത്തിലെ പല ഭാഗങ്ങളും നിലവിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞ നിലയിലാണ്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞ നിലയിലാണ്. മഴ എന്തായാലും രാവിലെ നന്നായി പെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇവർ ഉള്ളത്. എന്നാലും നിലവിൽ ഉള്ള വലിയ ആശങ്ക, അത് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക, അതിതീവ്ര സാഹചര്യം ഒക്കെ നിലവിൽ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അത് പൂർണ്ണതോതിൽ വെള്ളമൊക്കെ ഒഴുകി മാറി വീടുകൾ ഒക്കെ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നിലവിൽ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ 7-ാം തീയതി ഇനിയും ശക്തമായ മഴ വരുമെന്നുള്ള പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജാഗ്രത ഇപ്പോൾ കരുതലുമൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഇവിടുത്തെ തിരുവല്ലയിലെ ആളുകൾ. നേരത്തെ റാന്നിയിലും ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ മഴ പെയ്ത ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ പക്ഷേ തിരുവല്ലയിലേക്ക് വെള്ളം എത്തിയിരുന്നില്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മണിമലയാർ ഉൾപ്പെടെ നിറഞ്ഞ ശേഷമാണ് തിരുവല്ലയിലേക്ക് വെള്ളം എത്തിയത്. ഇപ്പോൾ ഇനി പമ്പയാറിലെ വെള്ളം പൂർണ്ണമായും ഒഴുകി മാറിയാൽ മാത്രമേ തിരുവല്ലയിലെ വെള്ളം പൂർണ്ണമായും ഒഴുകി പോവുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ജിൽസി, ശരി, വിജയനാണ് വിവരങ്ങൾ നൽകിയത്.